ക്യാമറ എടുത്തു. ഞാൻ ഏത് രീതിയാ പറഞ്ഞാല് ഞാൻ പറഞ്ഞില്ലല്ലോ തെറ്റിന്റെ ഭാഗത്താണ്. എന്റെ ഭാഗത്തും തെറ്റുണ്ടായിരിക്കാം, സ്വാഭാവികല്ലേ. ഞങ്ങൾ കുറച്ച് ലേറ്റായ നിമിഷത്തിൽ വൈകിയ വേളയിൽ പോരട്ടെ, അടുത്ത ആള് പോരട്ടെ, എല്ലാവരും ഉണ്ട് അല്ലേ. വൈകിയ വേളയിൽ നമ്മുടെ കണ്ണൂര് ഒരു ഡ്രസ് കടയിൽ വന്നിട്ടാ ഉള്ളത്. സംഭവം വേറൊന്നുമല്ല, കുറച്ച് ലേറ്റായി. കുറച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 8:45. പക്ഷെ 8:45 നമുക്ക് നമ്മുടെ കണ്ണൂരിൽ ഒട്ടുമിക്ക കടകളും അടക്കുന്നുണ്ട് അല്ലേ. ഇവിടെ നമുക്കൊരു ഡ്രസ്സ് വേണം. അപ്പൊ ആയിരിക്കാണ് ഡ്രസ്സ് എന്നായിരിക്കും. അർജന്റാണ് ഡ്രസ്സ് അല്ലെ ദുഗു? അതല്ല സംഭവം. നാളെ ഇയാളുടെ ബർത്ത്ഡേ ആണ് ദുഗു. ഇന്ന് നിങ്ങൾ വീഡിയോ കാണുമ്പോ ഇന്നാണ് ബർത്ത്ഡേ. പക്ഷെ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് തലേ ദിവസം രാത്രിയാണ്. അപ്പോൾ ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഇത്ര ആളോ വന്നതല്ല. സന്ധ്യക്ക് ഒരു ഫോൺ വാങ്ങി. ആ ഫോണിനോടൊപ്പം അപ്പൊ അത് വാങ്ങാൻ വേണ്ടി വന്നപ്പോഴാണ് ഇതിനും. വേമ്പേ നോക്കിയെടുത്തോ അവർക്ക് സമയം. എന്ത് ജീൻസ് മോക്ക് ജീൻസ് അച്ഛ കാണിച്ചു തരാം. മോള് പറ്റിയ ജീൻസ് എടുക്കും മോക്ക്. ഇത് ക്യാമറ പിടിച്ചിരുന്നാ ഇന്ന് നടപടി ആവൂല. അച്ഛനിട്ട പോലെ തന്നെ എടുത്തേക്കല്ലേ. അളിഞ്ഞ സാധനം ഇതുപോലത്തെയൊക്കെ പോരട്ടെ. കിടക്കുന്ന ലൂസ് ഇല്ല. ഇതൊക്കെ നമ്മുടെ മുമ്പത്തെ മോഡലല്ലേ. പിള്ളേർക്ക് അതിങ്ങനത്തെ ബെൽബോട്ടനൊക്കെ പോലത്തെ പോട്ടെ. ജയന്റെ ചേട്ടർ പണ്ട് മറ്റേ ബൾബോട്ടൻ ചേട്ടല്ലേ അന്ന് പണ്ട് ഫുള്ള് SLCക്ക് അതാ നീ ഇങ്ങനെ മാറി. അതന്നെ എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ, അത് കഥയുണ്ടല്ലോ. അത് അല്ലെങ്കിൽ നിന്റെ അമ്മക്ക് ഒരു സെലക്ഷൻ അറിയൊന്നുമില്ല. പക്ഷെ ഞാൻ ഇടുന്ന ഡ്രസ്സുകളെല്ലാം എല്ലാവർക്കും ഇത് വരുന്നോണ്ടാന്ന് ഇങ്ങനെ വന്നത്. ഞങ്ങള് കൂട്ടിയിട്ട് വന്നതാ. പക്ഷെ മക്കൾക്ക് എടുക്കാൻ അറിയില്ല. മനഃപൂർവ്വം എന്തോ ഒരു കുശുമ്പ്. എന്താടി നിന്റെ മോളോട് ഇങ്ങനെ പരീക്ഷാവേദം കാണിക്കുന്നു. ഇവിടെ ചേട്ടൻ എന്താ ചെയ്യുന്നേ? ഇങ്ങനത്തെ വേണം മോളെ. കുറച്ച് ഇങ്ങനത്തെ ഇല്ലല്ലോ നമുക്ക്. ഇങ്ങനത്തെ അതിന് പറ്റിയ വെറുതെ ചിരിക്കല്ല. നല്ലതാണ്. വെരി സോറി. ഞങ്ങളില്ലേ ഫോൺ എടുക്കാൻ കേറിയിട്ട് അവിടെ ലേറ്റ് ആയി, കൊറേ ലേറ്റ് ആയി. തുറന്നിട്ടുണ്ടോ ഇല്ലയോ സംശയത്തില് വന്നതാ. നല്ല രസമുണ്ട് മോൾക്ക്. കറക്റ്റ് ഇത് കറക്റ്റാ. അങ്ങനെയല്ലേ അപ്പൊ അതായി സെറ്റാക്കി. വിലയില്ലെങ്കിലും വീട്ടില് പുല്ല് വിലയാ. ചേട്ട കട്ട് ചെയ്തു. ചേട്ടനെ കുറിച്ച് എന്ത് മോശം പറഞ്ഞ അതൊക്കെ ചേട്ട കട്ട് ചെയ്യും. ചേട്ടനെ കുറിച്ച് എന്ത് മോശം പറഞ്ഞാലും മോൻ കട്ട് ചെയ്യൂലേ. പോകേണ്ടത് എല്ലാവർക്കും വീട്ടിൽ പോയിട്ട് കാര്യം. ഞങ്ങളായിട്ട് അവർ ലേറ്റ് ആക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ചേട്ടാ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കൊച്ചിന് ഇഷ്ടപ്പെടുന്നത് ചേട്ടക്ക് ഇഷ്ടപ്പെടുന്നത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് കേട്ടോ. കൊച്ചിന് ചേട്ടക്ക് ഇഷ്ടപ്പെടുന്നതേ കൊച്ചിന് ഇഷ്ടപ്പെടുന്നുള്ളൂ. കുറച്ച് നോക്കിയിട്ട് നമുക്ക് ചെക്കാൻ അലമ്പാക്കുന്നുണ്ടാന്ന്. അതാടാ മോനെ ദേഹോപദ്രവൊന്നും ചെയ്യരുത്. ഇത് രണ്ട് സെറ്റ് വൈറ്റും ഇത് പിങ്കും ഇട്ട നല്ല ഭംഗിയായിരിക്കും. നമ്മളെ എത്ര ദിവസത്തേക്ക് ശരിയാ. എനിക്ക് എടുത്തു പിടിച്ചേക്കാം. അത് നല്ലുണ്ട്, പക്ഷെ അത് വേണ്ട. ഞാൻ പറഞ്ഞെടുത്തു കാരണം വൈറ്റ് ഭയങ്കര പേടിയാ. വൈറ്റ് ഇട്ട നമ്മ ഒരു പിടി ദൂരെ നിർത്തിക്കണ്ടിരുന്നു.
എനിക്ക് ശരിക്കും പാന്റ് ഇടുമ്പോ പെൺകുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കണമെങ്കിൽ അമ്മമാരാണ് എടുക്കല്. ഇപ്പൊ പെൺകുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കണമെങ്കിൽ ഓപ്പോസിറ്റാ അച്ഛന്മാര് വേണം. എനിക്കിത് കാണുമ്പോ സീമനെ തന്നെ തോന്നട്ടെ. സീമൻ നീ പറയണത് എന്നിട്ട് നമ്മളാ ഇത് പുഷ്പത്തിലല്ല സീമയുടെ പാട്ടൊന്നും ഓർമ്മ വരുന്നില്ല. ജയൻ സീമ എനിക്ക് കൊറേ നിർബന്ധിച്ചിട്ട് കാര്യമൊന്നുമില്ല. വീണ്ടും വൈറ്റിന്റെ വലുതും കൊണ്ടുവന്നേക്കണം. വൈറ്റ് ഒഴിവാക്കാൻ നോക്കുന്നത് വൈറ്റിന്റെ വലുത് കൊട്ടി. സ്കേറ്റിന് പോയി വന്ന വഴിയല്ലേ നോക്കട്ടെ. എന്നാല് സീമതേ പോണു. സീമ 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 ചേച്ചി എടാ ഇന്ദിര ഒന്ന് മാറ്. നീ മാറ്. അയ്യേന്നാ ഇതും കൂടി ഒന്ന് വെറുതെ ഇട്ട് നോക്കിയേ. ദുരുദ്ദേശം എനിക്ക് മനസ്സിലായി. ഉദ്ദേശമല്ല ദുരുദ്ദേശം. ഞാൻ ഈ വ്ളോഗിൽ അഴിഞ്ഞാടെ മാച്ചില്ലടി. നീ അമ്മയും മോളും കണക്കാ, അച്ഛനും മോളും കണക്കാ. കുട്ടികളെ വേറെ ഒന്നും നോക്കണ്ട. കുട്ടിക്ക് ചേട്ട ട്രിക്കാണ് എനിക്ക് മനസ്സിലായി. മോന്റെ ട്രിക്കാണ്. എവിടെയാണ് കളിയാന്ന് ഇതിന്റെ അപ്പുറത്തെ കട അടക്കാൻ പോണ സമയത്ത് എല്ലാ ആണുങ്ങളുടെയും ശ്രദ്ധ കട അടക്കാൻ പോണ സമയത്ത് റെഡിമെയ്ഡ് ഷോപ്പ് ശരിയല്ല. വേറെ ഒന്നും നോക്കണ്ടില്ല. പടയിൽ ഇറക്കി വിടും. എല്ലാ ആണുങ്ങളും ഇറക്കി വിടും. നമുക്ക് ഇവരെ കൊണ്ട് പോവുകയും ചെയ്യാം. എല്ലാ ആണുങ്ങളും ഇത് വായിച്ചോളാം. എല്ലാ ആണുങ്ങളും ഇത് ഓർക്കും. അൽഷിമേഴ്സ് ആ സമയത്ത് വരട്ടെ ഒരു നിമിഷത്തേക്ക്. ഇന്ദ്രു മനസ്സിലാണ്ട 5 മിനിറ്റ് എടുത്ത് തരാം. അതിനുള്ളിൽ ഇറങ്ങിയില്ലെങ്കിൽ ഇതിലായി പോവും. അടച്ചു പൂട്ടി പോവര് പട്ടിണി കിടക്കേണ്ടി വരും. പക്ഷെ വേറെ പ്രശ്നം അറിയാം, ഇവളെല്ലാം ചിലപ്പോ ഇറങ്ങി പോവാണ്ട് ഇതിൽ തന്നെ കിടക്കും. നാളെ നേരം വെളുത്ത് വരുമ്പോക്കൂല ഇവിടെ ഡ്രസ്സൊക്കെ എല്ലാം എടുത്ത് ഇട്ട് നോക്കിയിട്ടുണ്ടാവും. പറ്റി നോക്കി എല്ലാം ഇട്ടുണ്ടാവും. അതാ പറഞ്ഞേ. അതുപോലെ ഡ്രസ്സുകള് ഫുള്ള് വരും. അപ്പൊ ഞാൻ പൈസ കൊടുക്കട്ടെ മക്കളെ, സമയമില്ല. എവിടെ എന്റെ അടുത്തുള്ള പൈസ പോകലിട്ടാ കൊടു ഇറങ്ങിക്കോ. അല്ലെങ്കിൽ ഞാൻ തായ്പോണ്ട പറഞ്ഞ പോലെപ്പാ. വേഗം ഇറങ്ങിക്കോ. ഒരടക്കാൻ നിൽക്കണം പെട്ടെന്ന്. ആദ്യമായിട്ടാണ് മോനെ ഡ്രസ്സ് എടുക്കാൻ പോയിട്ട് ഇത്ര സ്പീഡിൽ എടുത്തിട്ട് വരുന്നത് അല്ലേ? ഭയങ്കര സ്പീഡ്. എന്താ ഇന്ദ്രൊക്കെ അവിടെ ഞാൻ പോയി കാണാണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഇതിനകത്ത് കിടക്കേണ്ടി വന്നേനെ കേട്ടാ. പോവാ പിന്നെ മോനെ ഇന്ന് ഫുള്ള് സായന്ത്രം ചെലവാണ്. ഫോണെടുത്തതിന് ചെലവാണ് മോനെ, ചെലവ്. പോയാലോ? ഏതാ ഏറ്റവും വലിയ ഹോട്ടൽ ഞാൻ നോക്കട്ടെ. എന്റെ കയ്യിലിരിക്കല്ലേ തുറക്കാം നിനക്ക്. ഇവിടെ ഇപ്പൊ അളിയന് ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് അറിയാം. ഇവിടെ ഇപ്പൊ അത്യാവശ്യമായിട്ട് പോണം. അളിയന് മൂത്രം ഒഴിക്കാൻ പറ്റുന്നു. ഇവിടെ എവിടെ ഇതില്ല. ആ നിലവിളി ശബ്ദം വിടൂന്ന് പറഞ്ഞു. അതുകൊണ്ടല്ല ഈ സമയത്ത് പറയാൻ പറ്റൂലെന്നറിയില്ല. എല്ലാരും ഒന്ന് കൂടെ സഹായിക്കണം. എന്തേ രതിപുഷ്പം പൂക്കുന്ന യാമം മാറിടം. അപ്പൊ എന്തായാലും എന്റെ വണ്ടി നാദിക്കണ്ടെന്നുള്ളത് നമ്മൾ വേഗം പിടിക്കണേ. ബാത്റൂമിൽ നിർത്തി തന്നിട്ടുണ്ട് അളിയനെ. ഇനി ഒന്നും പറയണ്ട. ഇനി അളിയന് മൂത്രം വയ്ക്കാൻ കിട്ടില്ല എന്ന് പറയരുത്. ഇതാ ബാത്റൂമാണ് കാണുന്നത് ഗൈസ്. ഓടിക്കോ വേഗം പോ. നിർത്തി കൊടുത്ത് ഗൈസ്. ഇതുപോലെ ആരും ഏതാളിയന്മാര് നിർത്തി കൊടുക്കുന്ന പോലെ എന്നെ പോലെ. അമ്മ അറിഞ്ഞില്ല. അഹങ്കാരം പാടില്ല എന്തായാലും. മെനു എത്തി ഗൈസ്. മെനു ഇവള് വലിയ കാര്യമായിട്ട് വാങ്ങിയിട്ടുണ്ട്. ഇന്ന് ഇവളാണ് ഓർഡർ ചെയ്യുന്നത് ഫുള്ള് കേട്ടോ. ഇന്ന് എല്ലാവർക്കും ഉള്ള ഫുഡ് ഓർഡർ ചെയ്യുന്നത് നികിയാണ്. നോക്കാം നമുക്ക് നികി എന്തെല്ലാം ഓർഡർ ചെയ്യാൻ നോക്കാം. സൂപ്പ് സ്ഥിരമാണല്ലോ, സ്ഥിരം അറിയുന്ന സാധനം സൂപ്പ്. എല്ലാം വായിക്കാൻ ഞങ്ങൾക്കറിയാം. വായിക്കാൻ നമുക്കറിയാം.
അത് നമുക്ക് വായിച്ചാൽ മനസ്സിലാവൂലേ? എന്റെ അമ്മ എന്റെ പൈസ എടുക്കാനത് കയറിയ സംതിങ്ങനെ നോക്കട്ടെ കൈസ്, ഞാൻ നോക്കട്ടെ. നെക്സ്റ്റ് വലിയൊരാള് നോക്കുന്നുണ്ടേ. സീക്വൺ സൂപ്പ്. സൂപ്പ് ഒരു സൂപ്പ് കഴിക്കാം അല്ലേ? ഒരു ഓട്ടാൻ സോറ് മതി, മട്ടൻ വേണ്ട. ചിക്കൻ മതി, ഓട്ടാൻ സോറ് ചിക്കൻ. ഗൈസ്, അപ്പം എന്തായാലും ഫുഡ് എത്തി അല്ലേ? ഇതാ ചെറിയൊരു ന്യൂഡിൽസ് പറഞ്ഞിട്ടുണ്ട്. ഇവർക്ക് പൊറോട്ട, പിന്നെ തന്തൂരി ചിക്കൻ. ഇതാണ് ഫുഡ്. തുടങ്ങിയാലോ? ആക്രമിച്ചാലോ? ദുഗു, എല്ലാം ദുഗുവിന്റെ ബർത്ത്ഡേന്റെ പാർട്ടിയാ. ഇനി ഒന്നുമില്ല, എല്ലാം കഴിഞ്ഞു പോരെ. ദുഗുഷി ഹാപ്പി ബർത്ത്ഡേ. അച്ചിരമുത്തി ഹാപ്പി ബർത്ത്ഡേ. ചേച്ചി ഹാപ്പി ബർത്ത്ഡേ. ഉറക്കണീറ്റിട്ടേ ഉള്ളു വയസ്സ്. ഡേ അല്ലേ? എന്നൊരു കാര്യം ചെയ്യും, നമുക്ക് രാവിലെ തന്നെ അമ്പലത്തിൽ പോവാം. എന്ന് താഴെ പോയിട്ട് അമ്മനോട്, അമ്മ പറഞ്ഞു കുളിക്കാൻ വേണ്ടിട്ട് ചെല്ലി. എന്ന് ഓടിപ്പോയിട്ട് താഴെ പോയിട്ട് കുളിച്ച് റെഡിയാവും. അച്ഛ താഴോട്ട് ഇറങ്ങി വരാം കേട്ടാ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ പോകാന്ന് കരുതി ഇറങ്ങി. നികി വരുന്നില്ല, ഞാനും ദുഗുശി കൂടാണ്. ദുഗുശിതാ ഹായ്, അടിപൊളി ഡ്രസ്സെല്ലാം ഇടുന്നു. ഇത് ജിയാൻറ്റി കൊടുത്തതാണല്ലേ? ഇന്നലെ നമ്മളെടുത്ത ജീൻസാ. അപ്പൊ അമ്പലത്തിൽ പോകാൻ നേരത്തെ, അമ്പലത്തിൽ പോകുമ്പോ നമുക്ക് ഇതൊക്കെയല്ലേ നല്ലതല്ലേ? അപ്പൊ എന്തായാലും ഇതാ നന്ദു ഒക്കെ വിളിക്കണ്ട്, ബർത്ത്ഡേ പറയാനായിരിക്കുള്ളൂ. എടുത്തേ മോളെ എടുക്ക്. നമ്മുടെ നന്ദു ഫാമിലി, നന്ദു അല്ലോ. പറ. ഹലോ, ഞാൻ അമ്പലത്തിൽ പോവാൻ പോണ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ആ പാട്ട് കേൾക്കാതെ രക്ഷയില്ല മോനെ. ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വരട്ടെ. ദുഗുന്റെ ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞു അമ്പലത്തിൽ പോയാ? അച്ചാച്ച പറഞ്ഞില്ല? അച്ഛാ ദുഗുന്റെ ബർത്ത്ഡേ പറഞ്ഞില്ലേ? ഹാപ്പി ബർത്ത്ഡേ ടു യു. എന്നാ വാ വാ വാ, അമ്പലത്തിൽ പോയിട്ട് വരട്ടെ. വാ വാ ബാബാ. എന്താ പറഞ്ഞത്? ഞാൻ എന്നാ വൈകിട്ട് വേഗം വരും. വേഗം വരും. വേഗം പോയിട്ട് വരാം. ബൈക്കിനെ സ്കൂട്ടിക്ക് എത്ര ബാബാ. നമ്മളങ്ങനെ ക്ഷേത്രത്തിലെത്തി. ഇത് നാറാത്ത് ശ്രീ തൃക്കമ്പടം ശിവക്ഷേത്രം കേട്ടോ. അവിടെ സൂര്യൻ അവിടെ നിന്നായോണ്ട് ഒന്നും കാണൂല പ്രത്യേകിച്ച്. ബാ കയറിക്കോ ദുഗു. ചെരുപ്പൂടെ ഊരി വെച്ചോ, വന്നിട്ട് കയറി. അങ്ങനെ ഞങ്ങള് തൊഴുതിറങ്ങിയല്ലേ ദുഗു? എന്തെന്ന് പറഞ്ഞാൽ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു കഴിയുമ്പോൾ ഒരു എനർജിയാണ് അല്ലേ? ഒരു പോസിറ്റീവ് എനർജി. അതാണ് നമ്മൾ മെയിനായിട്ട് വരുന്നതിന്റെ കാര്യം. കഴിഞ്ഞ വർഷം ബർത്ത്ഡേക്ക് നമ്മളോട് വന്നില്ലേ ദുഗുശി? അതെ. എന്നാ പോയാലോ നമുക്ക് രണ്ടൊന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോവാം. എൻ്റെ മോളുടെ രണ്ടൊന്ന് ഫോട്ടോസൊക്കെ ടച്ച നിർത്തരാം. ഓക്കെ. വീണ്ടും ഇവിടെ കച്ചവടം ചെയ്യുന്നുണ്ട് കേട്ടാ. അപ്പൊ ഞങ്ങൾ അമ്പലത്തിൽ പോയി വരുമ്പോ ഇവിടെ നിർത്തിയതാ. എന്താ ഉള്ളത്? ഉണക്കച്ചെമ്മീനാ? ഉണക്കച്ചെമ്മീൻ, തെരണ്ടി, ഉണക്കയില, മുള്ളനൊക്കെ ഉണ്ട്. ലോട്ടറി ഉണ്ട്. അച്ഛനെന്ത് ലോട്ടറി കൊണ്ട് വരണ്ടല്ലേ? ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വന്നതാ. സമയമായി, മോക്ക് സ്കൂളിൽ പോകാൻ സമയമായി. എന്നാ ശരി കേട്ടാ, പിന്നെ വരാം. എന്നോക്കെ വിന്തമ്മേ. പറയാം. അമ്മമ്മേന്റെ വക. കുട്ടിക്ക് ഓടിപ്പോയി മാറ്റിക്കോ, സമയായില്ലേ? ചായ കൊടുത്തോ, വാരിക്കൊടുത്തോ എന്നാലേ. ടൈമായി ഇതാ സമയത്തിലായിപ്പോ. 8:26. ആണോ? നല്ല ഞാൻ കണ്ടിട്ടില്ല. അതെ, എന്റെ കയ്യിൽ ഫോണാ, തിരിക്കാൻ കയ്യിൽ എനിക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പൊ കാണൂലല്ലോ. പക്ഷെ എന്താ അയ്യന്റെ കൈയെല്ലാം കാണുന്നുണ്ട്. അടുത്ത ഒരു മിനിറ്റ്. ചന്ദനത്തിൽ കുളിച്ച ചന്ദനത്തിൻ നിറമുള്ള ചന്ദനത്തിനുള്ള നന്നതാനി
എന്നയ്യപ്പ അങ്ങനല്ലേ? ഓപ്പന്റെ കോസ്റ്റ്യൂം എല്ലാം കാണുമ്പോ ശരിക്ക് ഒരു സ്വാമി ഫീൽ ഉണ്ട്. മലക്കോ മാലയിട്ട പോലെ. എന്നാ പിടിച്ചേ ടൈമായാടി ഞാൻ കൊണ്ടാക്കണ്ടിയോ പണിയാളോ? ഇതാ ഇപ്പൊ സമയം 8:26 കൈസ്. 8:26 വേ നോക്ക്. എന്തപ്പോ എന്താണ് ചേച്ചിയുടെ മക ബർത്ത്ഡേ ആയിട്ട് ഡയറി മിൽക്ക്. എഴുത് എന്താ എഴുതുന്നേ? കടലേ? കടല തിന്നോണ്ടാ കടല എഴുതുന്നേ? എന്നാ അടി വാങ്ങോ ടീച്ചറടുന്ന്? ഫുൾ മാർക്ക് സെറ്റാക്കി. പുട്ടും പഴവുമാണ് ഗൈസ്. പുട്ടും പഴവും കഴിച്ച് ഞാനിപ്പൊ രോഗി. എന്നാ പിന്നെ നമുക്ക് നിക്കി അപ്പൊ ദുഗുന സ്കൂളിൽ വിട്ടതിന് ശേഷം നമ്മുടെ ദുർഗയുടെ ബർത്ത്ഡേ പ്ലാനിങ് എന്തൊക്കെയാണെന്ന് നമുക്ക് ചെയ്യണ്ടേ? ബർത്ത്ഡേ കഴിഞ്ഞല്ലേ? അമ്പലത്തിൽ പോയി അല്ലേ? അതുപോലെ അല്ലേ? അമ്പലത്തിൽ പോയി നമ്മ ചന്ദനം തൊടിച്ച് കൊണ്ടുവന്ന് പിന്നെ ഇത്ര ആഘോഷിച്ച് മതിയപ്പ അല്ലേ? അത് മതിയപ്പ അല്ലേ? മതി. കേക്കൊന്നും മുറിക്കണമെന്നില്ല. പുട്ടും പഴവും നീ കുഴച്ചു കൊടുത്തായി നല്ലോണം ഉണ്ടിട്ട് കൊടുത്തായി. എന്നിട്ട് പുട്ട് എന്നിട്ട് ഒരു ഉണ്ടവരില് വായിൽ വെച്ച് കൊടുക്കുക. അത് മതിയപ്പ അല്ലേ? അത് മതിയല്ലേ? അപ്പൊ അങ്ങനെ മതി കഴിച്ചു. അങ്ങനെ മതി. പക്ഷെ പോരെ മോളുടെ ബർത്ത്ഡേ ആഘോഷിച്ച് ഇന്നലെ രാത്രി ഫുഡ് വാങ്ങി തന്നു, ഡ്രസ്സ് വാങ്ങി തന്നു, ഇന്ന് അമ്പലത്തിൽ കൊണ്ടുപോയി കഴിഞ്ഞ്. അതൊന്നല്ല പിന്നെ അച്ഛയാണ് ബർത്ത്ഡേ നോക്കുവാക്കിയത്. ചിറ്റൊന്നല്ല. മോളുടെ ബർത്ത്ഡേ പാർട്ടി ആക്കി അച്ഛാത് ചിറ്റയുടെ മാറ്റിയിട്ട്. ഓക്കെ സെറ്റല്ലേ? ഇനി സ്കൂളിൽ പോയിട്ട് പോയിക്കോട്ടോ. ഓക്കെ കൂടി പോയാ കുറച്ച് കളഞ്ഞ ബർത്ത്ഡേ ഇരിക്കട്ടെ. ചന്ദനക്കടത്തിന് പോലീസ് പിടിക്കുമെന്നറിയില്ല ദുഗുന. ചന്ദനക്കടത്തിന് പോലീസ് പിടിക്കുമെന്നറിയില്ല ദുഗുന. ഞാൻ കണ്ടില്ല എന്റെ അത്ര. അമ്പോ ഇതെങ്ങനെ ഇത്രയും ചന്ദനം എന്റെ തെച്ചിക്കായിശ്വര. എന്റെ മന്ദബുദ്ധി മോളെ എന്നാ അച്ഛനോട് പറഞ്ഞൂടെ? മോളെല്ലാം കണ്ടേ. ഇത്രയും തിരുമോന്ത കണ്ടില്ല അവിടെന്ന്. ഇതും വെച്ചിട്ട് ഞാൻ ആളിനോടൊക്കെ സംസാരിച്ച് വരുന്ന വഴിക്കല്ലോ ആരോടൊക്കെയോ സംസാരിച്ച് വരുന്ന വഴിക്കാ സജീവായിട്ട് ഒരു ചങ്ങായി വീഡിയോ കാണുന്ന ആളുടെ അമ്പലത്തില്. എന്നിട്ട് ഇത്ര ആക്കിയിട്ട് നീ എന്തുവാ അല്ല ഇത് ഭയങ്കരമായി പോയത്. ഇത് എന്നെ പോലീസ് കണ്ടെങ്കിൽ ചന്ദനക്കടത്തിന് പിടിച്ചാൽ പോലീസ്. ഇത്രയും ചന്ദനം നീ അവിടെ കൊണ്ടുപോണ്ടാന്ന് ചോദിച്ചു. എന്റെ അമ്മ ഇത് കൂടി പോയി. പോട്ടെ അമ്മക്ക് ഇഷ്ടപ്പെട്ട അങ്ങോട്ട്. ഞാനെന്താ മറ്റേ ഇതാ സന്യാസിയാ. ഗായ്സ് ഇവിടെ എല്ലാരും ഉണ്ട്. ദുഗുന ആക്കാൻ വേണ്ടി വന്നപ്പോൾ ഇവിടെ ഇമ്പച്ചി ഉണ്ട്, അന്തമ്മായി ഉണ്ട്. ഇതാ മോളതാണ് ബർത്ത്ഡേ. ആ നിങ്ങളെന്താ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതിന്റെ? ആണോ? എന്നാ പറ ബർത്ത്ഡേ പറ. നാളെ നിന്റെ ബർത്ത്ഡേ? അതെയാ? ഒരു ദിവസത്തേക്കല്ലേ? അതെ അതെ അതെ. വിപിനൊക്കെ കൂടി അതാക്കാം. കുതിരപ്പുറത്തേക്ക് നേടി പിന്നെ നിന്നെ. അപ്പൊ ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ എന്തായാലും ദുഗു സ്കൂളിൽ പോയാണ്. അപ്പൊ നമ്മളെ വ്ളോഗ് ഇവിടെ തൽക്കാലം നിർത്തുന്നു അല്ലേ? അല്ലെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ടാവേ. ഇന്ന് നോക്കുമ്പോ എല്ലാവർക്കും അതാ പറയുന്ന ആവശ്യമുള്ള സമയത്ത് കിട്ടൂലെന്ന് അറിയുന്നത് അല്ലേ? അയ്യോ കട്ടെല്ലാം കാലിയാണല്ലോ. നീ പണി കിട്ടി. ഇവിടെ അല്ലെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ടാവും. ഇഷ്ടം പോലെ ഉണ്ടാവുന്നതാണ്. ആവശ്യത്തിന് വാങ്ങാഞ്ഞിരിക്കുമ്പോ ആവശ്യത്തിന് ഇഷ്ടം പോലെ പൈനാപ്പിൾ നോക്കിയേ. പൈനാപ്പിൾ ഉണ്ടാവില്ല. കല്ലുമ്മക്കായില്ലെന്ന് തോന്നുന്നു. വേറെ എവിടെ പോയാൽ കിട്ടുമോ? വേറെ എവിടെ പോയാൽ കിട്ടും? ഇപ്പൊ അങ്ങ് പോയ വളവട്ടണം പോയാൽ കിട്ടുമോ? ആ ധനലക്ഷ്മി അവിടെ അല്ലേ? നോക്കട്ടെ. അപ്പൊ എന്തായാലും കേക്ക് നോക്കാന്ന് വിചാരിച്ചു. നമുക്ക് അവിടെ നിന്ന് കല്ലുമ്മക്കായ കിട്ടിയില്ല. അപ്പൊ തൽക്കാലം കേക്ക് വാങ്ങി വെച്ചിട്ട് ബാക്കി തീരുമാനത്തിലേക്ക് എത്താന്ന് വിചാരിച്ചു. കേക്ക് ഇവിടെ വന്നപ്പോൾ ഏതൊക്കെയുണ്ട്? മാംഗോ, ചോക്ലേറ്റ്. ലാസ്റ്റ് നമുക്ക് വെഞ്ചോലേക്ക് എത്തിയായിരിക്കും അല്ലേ?
എന്നാ പിന്നെ കേക്ക് എടുക്കട്ടെ ഗൈസ്. അപ്പൊ ഇതാ ഹാപ്പി ബർത്ത്ഡേ ദുർഗമ്മ. എന്താ പറഞ്ഞ ചേച്ചി? കുഴപ്പമില്ല, ഉള്ളത് മതി നമുക്ക് അല്ലേ? ഉള്ളത് മതി, നല്ല വൃത്തിയുണ്ട്. ഓക്കെ, താങ്ക് യു. എന്നാ പിന്നെ ടാറ്റേ. പൈസ ഉണ്ടല്ലോ, ചോദിക്കാൻ വേണ്ടി പോയാണല്ലേ. എത്ര? ഞങ്ങളെന്തായാലും കല്ലുമ്മക്കായ പരതി ഇപ്പതേ നമ്മുടെ വളപട്ടണം എത്തി. അവിടെ പാപ്പശ്ശേരി റോഡിലേക്ക് എത്തി. ഇവിടെ ഇപ്പൊ കല്ലുമ്മക്കായ എത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. എന്തായാലും നമ്മൾ തീരുമാനിച്ചല്ല കല്ലുമ്മക്കായ ബിരിയാണി വെക്കാൻ. ദുഗുനാണെങ്കിൽ ഭയങ്കര ഇഷ്ടവുമാണ്. അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ ഈ ചേച്ചി പറഞ്ഞ് വരുന്നുണ്ട്. ഇവിടെ കക്കയുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അപ്പോൾ കല്ലുമ്മക്കായ പുതിയൊരെത്തിയെന്ന് പറഞ്ഞു. എന്തായാലും വന്നുകൊണ്ട് നന്നായി. ഇപ്പം അടുത്ത അപ്പോൾ കുറച്ചൊരു 10 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്താൽ കല്ലുമ്മക്കായ നമുക്ക് കിട്ടും. അത് കിട്ടിയിട്ട് നമുക്ക് പോയിട്ട് വേണം കല്ലുമ്മക്കായ ബിരിയാണി ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ബാക്കി ഞാൻ പറയാം, ഞാനില്ലെങ്കിൽ നമ്മൾ ഇന്ന് ഉടക്കേട്ടോളെ. എന്തായാലും കല്ലുമ്മക്കായ വന്നിട്ടുണ്ട്. സംഭവം കുറച്ച് ചെറുതായി പോയി. പിന്നെ ഒരാഗ്രഹത്തിന് എന്തായാലും നമ്മൾ വാങ്ങി അല്ലേ. എന്നാ പിന്നെ പോട്ടെ, ശരി കേട്ടോ, ബൈ. അച്ഛേ कैसे अच्छा एक दे दो. हाँ इधर ചെന്തങ്ങിൻ്റെ കുലച്ച പോലെ നല്ല പാട്ട്. ചെന്തങ്ങിൻ്റെ കരിക്കണ്ടപ്പോൾ ഒന്ന് കുടിച്ചു നോക്കാൻ നേരിട്ട് ഒരാഗ്രഹം. अच्छा वाला तुमको मालूम है ना, अच्छा वाला दे. अच्छा ശുക്രിയ ബൈ. ഇനിക്ക് ഞാനായിട്ട് ചെറിയ ഉടക്കലുള്ള ആളങ്ങ് മാറിപ്പോയിരിക്കണം. അവിടെ കരിക്കൊന്നും കുടിക്കാൻ വരുന്നില്ല. വേണ്ട, അവിടെ നോക്ക് പോവാ. എന്നാ ക്യാമറ എടുത്തു. അപ്പോൾ കല്ലുമ്മക്കായ മാത്രം പോരല്ല, നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബിരിയാണി അല്ല കേട്ടോ. കല്ലുമ്മക്കായ ബിരിയാണി അല്ല, കല്ലുമ്മക്കായ ചോറ് അതാണ് ആക്കുന്നത്. ശരിക്കും മന്തിയുടെ മറ്റേ അരിയില്ലേ, നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയ ടിൽഡേൻ്റെ അരിയില്ലേ, അത് നല്ല അരിയായിരുന്നു. അതായത് ഈ അരി വെച്ചിട്ട് ഒരു കല്ലുമ്മക്കായ ചോറാണ് നമ്മളാക്കുന്നത്. മന്തിയുടെ ഒക്കെ പോലെ ഉണ്ടാവും. പിന്നെ വേറെന്താ വേണ്ടത്? തക്കാളി വേണം, 1/2 കിലോ തക്കാളി. ബാക്കി ഏതാണ്ടൊക്കെ ആയിട്ടുണ്ട്. വേറെന്താ നോക്കിയാ? തക്കാളി 1 കിലോ എടുക്കല്ല, 1 കിലോ എടുത്തോ. മിണ്ടാത്തതെന്തേ കിളിപ്പെണ്ണേ നിൻ മൗനം, തേനൊലിയോ തേങ്ങയോ. വേറെന്താ വേണ്ടേ? എടുക്കണോ? അയ്യോ, കല്ലുമ്മക്കായെല്ലാം പോയി പരതി കണ്ടുപിടിച്ചു കൊണ്ടുവന്ന് സാധനങ്ങളും വാങ്ങി. എന്തായി? കല്ലുമ്മക്കായെല്ലാം വൃത്തിയാക്കി എടുത്താ? മത്തി വരിക്കുന്നുണ്ട്. ആ, കല്ലുമ്മക്കായ ഇവിടെ കഴുകി വൃത്തിയാക്കി പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. ഇത്ര ഉള്ളല്ലേ? നല്ല പൈസ കേട്ടോ. 1 കിലോന് 450 റുപ്യുണ്ട്. 700 റുപ്യൻ്റെ കല്ലുമ്മക്കായ എന്നത് കിട്ടാനില്ല സാധനം. ഭയങ്കര റേറ്റാണ്, ചെറുതുമാണ്. അതെ, കുറേ ചിക്കൻ. ഇത്രയും പൈസ ഉണ്ടെങ്കിൽ കുറേ ചിക്കൻ മേടിക്കായിരുന്നു സത്യം. പക്ഷെ പിന്നെ എല്ലാ ദിവസവും ചിക്കനെല്ലാം വിചാരിച്ചിട്ടാണ്. ഇന്നലെ ചിക്കൻ, പിന്നെ ദുഗുനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നിങ്ങനെ. പിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ പരതി നടന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇത് കാണുന്നത്. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ വില കൂടിയെന്നും പറഞ്ഞ് എന്തായാലും 350 രൂപയൊക്കെ ഉണ്ട് കിലോന്. 100 റുപ്യ കൂടി എന്നും പറഞ്ഞിപ്പോൾ വാങ്ങാതിരിക്കാൻ പറ്റില്ലല്ലോ. വാങ്ങി ഇനിയിപ്പോൾ അങ്ങടെ ആക്കുക, അത്രേ ഉള്ളൂ. കല്ലുമ്മക്കായൊക്കെ വൃത്തിയാക്കി എടുത്താ? വൃത്തിയാക്കി എടുത്ത് 2 പ്ലേറ്റിൽ മാറ്റി വെച്ചാണ്. ഇതൊരെണ്ണം മസാല വരട്ടാൻ വേണ്ടിട്ട് അതവിടെ വെക്കട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി ലേശം ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ ലേശം കുരുമുളക് പൊടി, ഉപ്പ്. ഇനി നല്ലോണം ഒന്ന് മസാല വെക്കണം. ഗൈസ്, അപ്പം ഇനിയിപ്പം നമ്മൾ എന്തായാലും കല്ലുമ്മക്കായ വറുത്തെടുക്കാൻ വേണ്ടി പോയാണ്.
അല്ലേ? എന്താ നമ്മുടെ മസാല പറ്റി വെച്ച കല്ലുമ്മക്കായ്ക്ക് റെസ്റ്റ് എല്ലാം കൊടുത്ത് അത് റെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് മാറി വന്നിട്ടുണ്ട്. 15 മിനിറ്റ്. അതെ, ഇനിയിപ്പോ നമുക്കത് നമ്മുടെ ചട്ടി സ്ഥിരമുള്ള ചട്ടി എടുത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എനിക്കിത് പെടൽ വേദന എടുക്കുന്നുണ്ട്, കഴുത്ത് വേദനയൊക്കെ ആയിട്ട് എനിക്ക് ഇനി കല്ലുമ്മക്കായ ബിരിയാണി ഉണ്ടാക്കൂലെന്നാണ് പറയണത്. ഇനി കല്ലുമ്മക്കായ ബിരിയാണി വേണ്ട, വേറെ എന്തെങ്കിലും ബിരിയാണി മതി. ഒന്നും ഉണ്ടാക്കുന്നില്ല, മതി, ഒന്നും ഉണ്ടാക്കണ്ട. ഞാൻ പറഞ്ഞതാണ് ഒന്നും ഉണ്ടാക്കണ്ട. കേക്ക് മാത്രം കട്ട് ചെയ്യാന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഞാൻ ഒന്നും പറ്റില്ല. ഞാൻ അവിടെ നിന്ന് കല്ലുമ്മക്കായ ഇട്ടാണ്ടായപ്പോ ഞാൻ പറഞ്ഞു കല്ലുമ്മക്കായ ഇല്ലെങ്കിൽ ഒന്നും ആക്കണ്ടെന്ന് പറഞ്ഞിട്ട് കേക്ക് മേടിക്കാൻ വേണ്ടി പോയി. അപ്പൊ ഇവള് പറഞ്ഞു ബാക്കി എന്തെങ്കിലും ആക്കണ്ടേന്ന് പറഞ്ഞു. അതുകൊണ്ട് കല്ലുമ്മക്കായ മേടിക്കാൻ വേണ്ടി പോയി. ഞാൻ ഉണ്ടാക്കണ്ടേ? കല്ലുമ്മക്കായ പൊരിക്കുന്നുണ്ട്. ആക്കണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ, കേക്ക് കട്ട് നിർത്താന്ന് പറഞ്ഞല്ലേ. ഞാൻ ഏത് രീതിയാ പറഞ്ഞേന്? എനിക്കറിയില്ല എങ്ങനെയാണ്. കല്ലുമ്മക്കായ ഇട്ടാണ്ടായപ്പോ കേക്ക് മേടിക്കാൻ വേണ്ടി പോയി. കേക്ക് മേടിക്കാണ്ടായിട്ട് തിരിച്ചിങ്ങോട്ട് പോരാന്ന് വിചാരിച്ചു. പിന്നെ നീ എന്താക്കണ്ടേന്ന് വെച്ചിട്ടുള്ള വീണ്ടും വളവട്ടം പോയിട്ട് കല്ലുമ്മക്കായ വാങ്ങിയത്. പിന്നെ എന്നെ പറയുന്നത് എന്തിനാനി? ഞാൻ പറഞ്ഞില്ലല്ലോ തെറ്റ് എന്റെ ഭാഗത്താണ്. എന്റെ ഭാഗത്തും തെറ്റുണ്ടായിരിക്കാം, സ്വാഭാവികല്ലേ. തീരാവുന്ന ബന്ധങ്ങളേ ഉള്ളൂല്ലോ അങ്ങോട്ടും അതുപോലെ തന്നെയോ. നമ്മള് വേണ്ടിയായിട്ട് തീരാത്ത പ്രശ്നങ്ങളുണ്ടല്ലോ പറയുന്നത്. എന്തേ അപ്പൊ കല്ലുമ്മക്കായ ഇവിടെ വറുത്തെടുക്കുന്നുണ്ട്. എന്തായാലും കല്ലുമ്മക്കായ ഇങ്ങനെ മുരിഞ്ഞു വരട്ടെ. കുറച്ച് കല്ലുമ്മക്കായ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ പ്രശ്നമൊക്കെ അവിടെ നിൽക്കട്ടെ ഗൈസ്. എന്തായാലും ബിരിയാണിയിലേക്ക് വരാം നമുക്ക്. അപ്പൊ നമ്മുടെ കല്ലുമ്മക്കായ വറുത്ത ആ വെളിച്ചെണ്ണയിലേക്ക് ഇതാ നമ്മുടെ ബിരിയാണിക്ക് ഒക്കെ ഇടുന്ന സാധനങ്ങൾ എല്ലാത്തിലും ഇടുന്ന നമ്മുടെ കറുകപ്പട്ട, കരയാമ്പൂ അല്ലേ, ആ ഒരു സാധനങ്ങളില്ലേ, ഏലക്കായ്ക്ക, അതൊക്കെ കൂടി അങ്ങനെ ഒരു 2-3 വെച്ചിട്ട് അവിടെ ഇട്ട് നോക്കുക. വെറുതെ ലോക്ക് ഇരിക്കട്ടെ. ഇനി ഇതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ചതച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഈ ചട്ടിയിൽ കല്ലുമ്മക്കായ പൊരിഞ്ഞിട്ട് ടാസ്ക്കാണ്. കുഴിയുള്ള ചട്ടിയാണ് നല്ലത്. വേറെ ചട്ടി പൊരിച്ചിട്ട് ഇതിനകത്തേക്ക് ഇട്ടാൽ മതിയായിരുന്നു. ഇനി ഇതാ നമ്മള് ഇതൊന്നും അങ്ങനെ ചെറുതായിട്ടൊന്ന് ഒരു പച്ചമണം പോയി കഴിയുമ്പോൾ നമ്മുടെ ഉള്ളി അങ്ങ് തട്ടി കൊടുക്കാം. നിങ്ങൾ നോർത്തിരുന്നതൊക്കെ ചെയ്യുന്നത് നല്ലതാണെങ്കിൽ അങ്ങ് പറയാം. അവസാനം നല്ലതല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇതെല്ലാം മറന്നേക്കും. ഇവിടെ അരി വെള്ളത്തിലിട്ടിട്ട് കുതിർത്തി ഇപ്പതേ വെള്ളം പോകാൻ വേണ്ടി ഇങ്ങനെ പാത്രത്തിലെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ചെയ്യുന്നതിനിടയ്ക്ക് ഈ ഒരു സംഭവം കൂടി ചെയ്ത് നോക്കണേ. വാടും ഉള്ളി. ഉപ്പിട്ടഞ്ഞ ഉള്ളി വെട്ടുന്ന വാടൂലേ. ആവശ്യത്തിനുള്ള ഉപ്പ്. നീണ്ട പരിശ്രമത്തിനൊടുവിൽ ഉള്ളി ഇതാ വാടി വന്നിട്ടുണ്ട്. ക്ഷമയുടെ നെല്ലിപ്പലയും കിടുമ്പോഴാണ് ഉള്ളി വാടി വരുള്ളൂ. ഇനി തക്കാളി അങ്ങ് ഇട്ട് കൊടുക്കുക. എന്തായി വാടിയാ? അപ്പൊ നമ്മുടെ തക്കാളി ഉള്ളിയും എല്ലാം ഒന്ന് വാടി സെറ്റായി വരുന്നുണ്ട് കേട്ടോ ഗൈസ്. തക്കാളി ഉള്ളിയെല്ലാം സെറ്റായി മിക്സായി വരുന്നുണ്ട്. തക്കാളി ഉള്ളിയൊക്കെ സെറ്റായി, പക്ഷെ നമ്മൾ സെറ്റായിട്ടില്ല. എനിക്ക് സെറ്റാവുന്നുള്ള ഗൈസ്. എനിക്ക് ഭയങ്കര മൂഡ് സിൻസ് ആണ്. മൂഡ് സിൻസ് ഇരുന്നോട്ട്. നമുക്കെന്താ, മൂഡ് സിൻസ് ഉള്ളവരൊക്കെ അവിടെ അങ്ങനെ ഇരിക്കും. നമുക്കറിയാലോ. അല്ലാണ്ട് ആരും അയ്യോ എന്റെ മോളെ ഉണ്ടാത്തേന്നൊന്നും ചോദിച്ചു നമ്മളോട് ആരും വരൂല. നമുക്കറിയാലോ. ഞാൻ മഞ്ഞപ്പൊടി ഇടുന്നുണ്ട്, വേണമെങ്കിൽ എടുത്തോ. വേണമെങ്കിൽ എടുത്തോന്നാ. അതെന്താ എന്തൊക്കെ ഉണ്ടാക്കി നിന്നോട് ആക്കണ്ടെന്ന് പറഞ്ഞല്ലേ? ഇത്ര ബുദ്ധിമുട്ടിയിട്ട് നിന്നോട് ആക്കണ്ടെന്ന് പറഞ്ഞല്ലേ? ആയിക്കോട്ടെ, എനിക്ക് എന്റെ ഇഷ്ടത്തിനാക്കിയതെ. 2 ദിവസമായി ഇവക്ക് ഇവളുടെ പുറകെ ഞാൻ നടന്നു മിണ്ടാൻ വേണ്ടിട്ട്.
ഇന്നലെ ഒക്കെ തുടങ്ങിയവർക്ക് ഭയങ്കര മൂഡ് സീൻസ് ആവും. എന്ത് മൂഡ് സീൻസ്? മൂഡ് സീൻ. മൂഡ് സീൻസ് അത് തന്നെ ഓരോക്ക്. എന്നാ ഈ പെണ്ണുങ്ങൾക്ക് മാത്രം മൂഡ് സീൻ, നമുക്ക് എന്താ ഇതൊന്നും ഇല്ലേ? നമ്മൾ മൂഡ് സീനൊക്കെ ഉണ്ട്, നമുക്ക് ആണുങ്ങൾക്ക് ഇതൊക്കെ ഉണ്ട്. നമ്മുടെ മൂഡ് ഇടക്കിടക്ക് അത്ര നല്ലതായിരിക്കണം എന്നൊന്നുമില്ല. നമ്മൾ ഒരുപാട് സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ട് നമുക്ക്. എനിക്കാണെങ്കിൽ നെഞ്ചോനെയാണ് കഴിച്ചത്. നെഞ്ചോന അറിയോ എവിടെ ഇങ്ങനെ എന്താന്നില്ല. ഇന്നലെ തൊട്ട് ഇന്നലെ ഇപ്പൊ ഇത് കുറച്ച് ദിവസമായിട്ട് നെഞ്ചോനയാണ്. കേട്ടാകൊന്നുമില്ല, നെഞ്ചോനല്ലേ. ഇനി ഇതാ ഗൈസ് കുറച്ച് മാറ്റി വെച്ച കല്ലുമ്മക്കായ ഉണ്ട്. അതിപ്പോഴാണ് ഇടേണ്ടത്. ഇതിന് വേണ്ടിയിട്ടാണ് ഇവിടെ നേരത്തെ ഇത് മാറ്റി വെച്ചത്. ആ വറുത്ത് വെച്ച കല്ലുമ്മക്കായ അവിടെ മാറ്റി വെക്കുക. ഇത് പുഴുങ്ങിയതിനകത്ത് നിന്ന് എടുത്ത് വെച്ചാൽ പുഴുങ്ങിയതാണ് ഇത്. പുഴുങ്ങിയത് ഇതിനകത്തേക്ക് വീണ്ടും ഒന്ന് ഇട്ട് കൊടുക്കുക. ഈ കല്ലുമ്മക്കായ ആ കല്ലുമ്മക്കായ നമ്മുടെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇത് ചിലപ്പോൾ കടിക്കുമ്പോൾ വേറെ ചൊവയുണ്ടാവും, മറ്റു കടിക്കുമ്പോൾ വേറെ ചൊവയുണ്ടാവും. അത്രയാണ് സംഭവം. അങ്ങനെ ഡബിൾ ചൊവയിൽ നിങ്ങൾക്ക് കല്ലുമ്മക്കായ കടിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അതെ, നിങ്ങൾക്ക് ഒരു ചൊവ മതിയെങ്കിൽ എല്ലാം കൂടി പൊരിച്ച് ഒരുമിച്ചിട്ടാലും പ്രശ്നമൊന്നുമില്ല. ഗൈസ് നമ്മളിതാക്കുന്നതുകൊണ്ട് മക്കളെ കൂട്ടാൻ വേണ്ടിയിട്ട് അമ്മ പോയിട്ടുണ്ട് കേട്ടോ അങ്ങോട്ട്. അവർ വരാനായി, ഏതാണ്ട് ഇപ്പം എത്തും. ഉള്ളിയൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട്. അപ്പോൾ അരി ഇടുന്നുണ്ട് കേട്ടോ. വെള്ളമെല്ലാം നല്ലോണം കളഞ്ഞ അരിയാണ്, അതങ്ങനെ തട്ടി കൊടുക്കാനത്തേക്ക്. എന്നിട്ട് നല്ലോണം ഒന്ന് ഇറക്കി കൊടുക്കുന്നുണ്ട്. ഉണ്ട് ഇറക്കി ടൈപ്പ്. കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് ആദ്യം വെച്ചാലും കുഴപ്പമില്ല, ഇനി മറന്നതാണെന്നറിയില്ല. ഇനി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പുറത്താ വെള്ളം ഇതിൻ്റെ അളവിന് കണക്കായിട്ട് വെള്ളം അപ്പുറം ചൂടാവുന്നുണ്ട് കേട്ടോ. എന്തോരം വെള്ളം എടുത്തേ? 2 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളം. 2 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളം കേട്ടോ. ആ രീതിയിലാണ് ഉണ്ടാവുക. ഈ ഒരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ട് സംഭവം. ഇനി നമുക്ക് ചൂടായ വെള്ളം ഇതിലേക്ക് ഒഴിക്കണം. അതാണ് സംഭവം. ഹാപ്പി ബർത്ത്ഡേ. ഇല്ല കഴിയാനൊന്നായിട്ടില്ല. ഇന്ന് രാത്രി 12 മണി വരെ ബർത്ത്ഡേ ആണ്. മോളുടെ ബർത്ത്ഡേ ആയിട്ട് മോക്ക് ഇഷ്ടമുള്ള കല്ലുമ്മക്കായ ബിരിയാണി ആക്കുന്നത്. ഇത് മാത്രമേ ഉള്ളു, കേക്കൊന്നും വാങ്ങിയിട്ടില്ല കേട്ടാ. ഇന്ന് കല്ലുമ്മക്കായ ബിരിയാണി കുട്ടി പോയച്ചാ പോരെ. എന്താ ഇന്ന് സ്കൂളിൽ പോയിട്ട് അടി കിട്ടി ഇന്ദുവിന്? പിന്നെയോ ഇംഗ്ലീഷിന് ഫുൾ മാർക്ക് ഉണ്ട്. ഇംഗ്ലീഷിന് ഫുൾ മാർക്ക് ഉണ്ടോ? ഇംഗ്ലീഷിന് ഫുൾ മാർക്ക് ഉണ്ട്. ഇംഗ്ലീഷിന് ഫുൾ മാർക്ക് ഉണ്ട്. ഇംഗ്ലീഷിന് 5-ൽ 5 മിടുക്കൻ. കണ്ടോ ഫുൾ മാർക്ക് എല്ലാം വാങ്ങി വന്നിട്ടാ മിടുക്കൻ. പറയാണ്ട് വെച്ച് അതുകൊണ്ട് അപ്പത്തേക്ക് ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നില്ല. മലയാളം 2 അതുകൊണ്ട് 5-ൽ 2. പോട്ടെ കുഴപ്പമില്ല, എന്തായാലും പറയാണ്ട് വെച്ചതല്ലേ, എന്നാലും കുഴപ്പമില്ല മിടുക്കൻ കേട്ടോ. വാച്ച് പൊട്ടിയാ? അയ്യോ വാച്ച് പൊട്ടി പോയി വെച്ചില്ല. അത് ഇന്നലെ ചൊട്ടിച്ചോടുത്തി എന്നിട്ടാ പൊട്ടിയിട്ട്. പക്ഷെ ഒന്നുമില്ല, നമുക്ക് അതിന്റെ സ്ട്രാപ്പ് മാറ്റാം കേട്ടാ. ഇന്ന് ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ പറഞ്ഞാ? എന്നിട്ട് എല്ലാരും എന്ത് പറഞ്ഞു? കൊറേ ആൾക്കാർ നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പേര് സാൻവിയെന്ന് പറഞ്ഞത് എന്റെ ഫ്രണ്ട് പോയിട്ട് മിസ്സിന്റെ അടുത്ത് എന്നെ കാണാണ്ട് പറഞ്ഞു. ഞാൻ പ്രേയറും പാടി നോക്കുമ്പോൾ ടുഡേസ് ദുർഗാസ് ബർത്ത്ഡേ മിസ് പറയും. നമ്മുടെ വീഡിയോ ആണെന്ന് ഒരുപാട് പേര് മോൾക്ക് ബർത്ത്ഡേ വിഷസ് എല്ലാം അറിയിക്കുന്നുണ്ടായിരുന്നു. താങ്ക് യു നിറഞ്ഞ ഇന്ന് 3 ആളെ ഹാപ്പി ബർത്ത്ഡേ ആണ്. ഒന്നില്ലേ സ്കൂളത്തെ ഫ്രണ്ടിന്റെ ഒരു പെണ്ണിന്റെ ഹാപ്പി ബർത്ത്ഡേ, പിന്നെ അർഷിന്റെ ഏട്ടന്റെ ഫ്രണ്ടിന്റെ ഹാപ്പി ബർത്ത്ഡേ, പിന്നെ നമ്മുടെ ചേച്ചിന്റെ ഒരു ഏട്ടന്റെ ഫ്രണ്ടിന്റെ ഹാപ്പി ബർത്ത്ഡേ. പൊളിച്ച്. അപ്പൊ നമുക്ക് കേക്കെല്ലാം മുറിക്കണ്ടേ? നമുക്കൊരു ഷോർട്സ് എടുക്കാനുണ്ട്, അത് കേട്ട് കേക്ക് മുറിക്കാം കേട്ടാ. ഇനി ഇതാ നല്ലോണം ഈ റൈസൊക്കെ ഒന്ന് ആ മസാലയായിട്ടൊന്ന് ഇളക്കി ചേർത്തിട്ട് മല്ലിയില ഇട്ട് കൊടുക്കുക കേട്ടോ. മല്ലിച്ചപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്താമേ
നോക്കി നിക്ക വേറെ പണിയൊന്നുമില്ലല്ലോ. ഹാപ്പി ബർത്ത്ഡേ അടിയന്റെ സ്നേഹം കണ്ടാ എന്തേ ശരിക്കില്ലേ കുഞ്ഞി കഷ്ണം നോക്കട്ടെ പറഞ്ഞ് വലിയ കഷ്ണം നോക്കി രണ്ടെണ്ണം കൊടുത്ത് മിഠായി അല്ലെങ്കിൽ ഞാനൊന്ന് ലാഭം നോക്കി കൊറേ വാങ്ങിച്ചത് നല്ല തന്നില്ലേ അവൻ അല്ലേ? അതാണ് അനിയൻകുട്ടൻ അല്ലേ? ഇനി ഇതാ കുറച്ച് ഗരം മസാല ഈ ചോറിലേക്ക് അങ്ങോട്ട് മല്ലിച്ചപ്പിട്ടതിന് ശേഷം തട്ടി കൊടുക്കാം കേട്ടോ. മല്ലിച്ചപ്പിന് മുന്നിലിട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇതെല്ലാം മാറിപ്പോയതാണോ എനിക്കറിയില്ല. എന്തായാലും നിങ്ങള് ഞാൻ ഇങ്ങനെ തന്നെ കാണിക്കും, നിങ്ങൾ പറഞ്ഞാൽ മതി എന്താണ്. എങ്ങനെയാന്നറിയാ ഇംഗ്ലീഷിൽ ഫുൾ മാർക്ക് പിടിച്ചേ ഫസ്റ്റ് അമ്മ രാത്രി പഠിപ്പിച്ചു തന്നെ, പിന്നെ രാവിലെ ഇന്ത്യയിലെ സ്പെല്ലിംഗ് ചോദിച്ചു, പിന്നെ ബസ് ഒന്ന് പറഞ്ഞു നോക്കി, പിന്നെ സ്കൂളിൽ നിന്ന് ഇംഗ്ലീഷ് തുടങ്ങുന്നതിന് മുമ്പേ ഇംഗ്ലീഷ് നോട്ട് എടുത്തിട്ട് ഒന്ന് ചെയ്തു. അതാണ് അങ്ങനെ വേണം, എപ്പോഴും ഓർമ്മ ഉണ്ടാവും. മിടുക്കനാണ് കേട്ടോ, മിടുക്കനാണ് കേട്ടോ. ഇനിതേ ഈ വെള്ളം ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ ചൂടാക്കിയ വെള്ളം, തിളച്ച വെള്ളം. അത് ഞാൻ പറഞ്ഞിരുന്നില്ലേ, 2 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളം കേട്ടോ. ആ രീതിയിലാണ്. മറ്റേ കല്ലുമ്മക്കായ ചോറ്, ബിരിയാണി അല്ലേ കല്ലുമ്മക്കായ ചോറ് എന്ന് പറയും. ഇഷ്ടമാണോ? ഫുൾ വേണ്ടത് വെള്ളമില്ലേ മുങ്ങാൻ പാകത്തിനില്ലേ? ഈ അരിയെല്ലാം മുങ്ങി കിടക്കുന്ന രീതിയിൽ വെള്ളം വേണമെങ്കിൽ കുറച്ചുകൂടെ ഒഴിക്കുന്ന നോക്കിയിട്ട്. വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ച് ഒഴിക്കണം കൈ. എൻ്റെ മൂഡ് സെൻസ് മാറി, മിണ്ടാൻ തോന്നുന്നുണ്ട് എനിക്ക്. നിനക്കങ്ങനല്ലേ? എപ്പോഴും ഒരുപോലെ ആയിരിക്കുമല്ലോ മൈൻഡ്. അത് നിനക്കും അങ്ങനെ തന്നെ ആയിരുന്നില്ലേ? നിനക്ക് 2 ദിവസം അങ്ങനത്തെ മൂഡ് സീനായെന്നല്ലോ പറഞ്ഞേ. എന്നാ പറയുന്നത്? മൂഡ് സിൻസാ? മൂഡ് സിൻസാണെന്നല്ലേ പറഞ്ഞേ? അപ്പം നിനക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ഞാനും ഇന്ന് എനിക്ക് മൂഡ് സിൻസ് ആയിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. ആയിക്കോട്ടെ. പിന്നെ അങ്ങനെ തന്നെയല്ലേ, പെണ്ണുങ്ങൾക്ക് മാത്രം അങ്ങനെ പ്രത്യേകതയൊന്നുമില്ല മൂഡ് സെൻസിൽ. ആണും പെണ്ണും തുല്യമാണെന്നാണ് എല്ലാ പെണ്ണുങ്ങളും ഭൂരിഭാഗവും പറയുന്നത്. അപ്പോൾ എല്ലാം ഒരുപോലെ വരും, മൂഡ് സെൻസും ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. വെള്ളത്തിൽ കുറേ ആലോചിക്കുന്നു. മൂഡ് സെൻസ് വെച്ചാൽ മോനിപ്പോൾ എന്താക്കുക, ആ മുട്ട പോയി തിന്നുക. ഇനി ഇതങ്ങ് അടച്ച് വെക്കുക, എന്നിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക. അങ്ങനെ ഇതോടുകൂടി അടുത്ത ബെല്ലോടുകൂടി മുഖം തെളിയുന്നതായിരിക്കും ഗൈസ്. കാണാനൊക്കെ ഭംഗിയായിരിക്കും. നല്ല മണമുണ്ട് അല്ലേ അച്ഛാ? ഇത് ബിരിയാണി അല്ല. ബിരിയാണി അല്ല ഇത് ചെമ്മിച്ചോറ് എന്ന് പറയുന്ന പോലെ കല്ലുമ്മക്കായ ചോറ്, മനസ്സിലായി? ഇതിനകത്ത് ഒരു സംഭവം കൂടി നമ്മൾ ആഡ് ചെയ്തെങ്കിൽ സംഭവം പൊളിച്ചാനെ. കല്ലുമ്മക്കായ പുഴുങ്ങിയപ്പോൾ കക്കക്കാടി എന്ന് പറയുന്നില്ലേ, ആ കല്ലുമ്മക്കായ പുഴുങ്ങിയപ്പോ ആ കക്കക്കാടി ലേശം ഈ ചോറിൽ ഒഴിക്കണായിരുന്നു. പക്ഷെ അത് സൂപ്പറായി. അങ്ങനെ ഒഴിച്ചില്ലെങ്കിൽ ചിലപ്പോ ഇല്ലേ ചോറിനില്ലേ നമ്മുടെ നല്ല ചൊവ കിട്ടിയാനെ. വെന്തറിനൊന്നുള്ളു ഇപ്പൊ ആ ഇത് പുഴുങ്ങിയ വെള്ളം ഒഴിച്ചാൽ മതിയായിരുന്നു, നല്ല ടേസ്റ്റ് ആയനെ. ശരിക്കും അങ്ങനെ നല്ലതായിരിക്കട്ടെ ഗൈസ്. നമ്മളത് ഇപ്പം ആലോചിച്ചതാണ്. ശരിക്കും നമ്മൾ ഈ ഇളമ്പക്ക പുഴുങ്ങുന്ന വെള്ളമില്ലേ, നല്ല വൃത്തിക്ക് കഴുകിയതിന് ശേഷം ഇളമ്പക്കുന്ന പുഴുങ്ങുന്ന വെള്ളം, നമുക്ക് അക്കയൊക്കെ പുഴുങ്ങുമ്പോൾ കക്കക്കാടി എന്ന് പറയുന്ന വെള്ളം അത് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കല്ലുമ്മക്കായ ഇടാം. എൻ്റെ അഭിപ്രായത്തിൽ മട്ടൻ ബിരിയാണി ആക്കാമായിരുന്നു ശരിക്കും പൈസക്ക് ഗൈസ്. കാരണം ഞാൻ പറഞ്ഞില്ലേ ഇത് 700 റുപ്യന്റെ കല്ലുമ്മക്കായ ആണത്. ആരും പറ്റുകാരില്ല, കല്ലുമ്മക്കായ കിട്ടാനില്ല, നല്ല വില. പക്ഷെ ദുഗ്ഗുന് നല്ല ഇഷ്ടമായോണ്ടാണ് ഇതാക്കാന്ന് വിചാരിച്ച് നമ്മൾ തപ്പിപ്പിടിച്ച് പോയത്. പക്ഷേങ്കില് ഈ പൈസക്ക് സത്യം പറഞ്ഞ മട്ടൻ ബിരിയാണി ആക്കാമായിരുന്നു നമുക്ക്. പക്ഷെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്, അത്രേ ഉള്ളു സംഭവം. അപ്പൊ എന്തായാലും നമ്മുടെ ദുഗ്ഗുന്റെ ബർത്ത്ഡേ നമ്മളിങ്ങനെ പറഞ്ഞ് വൈകുന്നേരം ആയിട്ടുണ്ട്. ദുഗ്ഗുനെ കണ്ടില്ലല്ലോ നമ്മ പുതിയ ഇന്നലെ ഡ്രസ്സൊക്കെ വാങ്ങിയിട്ട്. ദുഗ്ഗുശി ഇങ്ങോട്ട് നിക്ക്. ഇതാണ് നമ്മൾ ഇന്നലെ വാങ്ങിയ ഡ്രസ്സ് അല്ലേ? നല്ല ഉണ്ടല്ലോ എനിക്ക്, നല്ല ഡ്രസ്സ് കൊണ്ട് കാണാൻ കേട്ടാ. അച്ഛൻ സെലക്ഷൻ മോശമായിട്ടില്ല അല്ലേ ദുഗ്ഗു? ഓ ഇപ്പൊ അങ്ങനെയായി. സമ്മതിച്ച് മോള് തന്നെ. അപ്പൊ എന്തായാലും നല്ല പിങ്ക് ഷൂ ഉണ്ട്, പിങ്ക് ഇതുണ്ട്, വൈറ്റ് ഇതുണ്ട്, നല്ല മാച്ച് ഉണ്ട്. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ ദുഗ്ഗുശി. ഇനി നമുക്ക് എന്താ പരിപാടി? കല്ലുമ്മക്കായ ബിരിയാണി കഴിക്കുന്നോ അതോ
കേക്ക് മുറിക്കാം അല്ലെ? അപ്പൊ കേക്കൊക്കെ ഇവിടെ എന്തായാലും സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. ആ വിഷാദബോധത്തിലാണോ നീ? എല്ലാം ശരിയായി ഗൈസ്, സെറ്റായി അല്ലേ? എല്ലാം ശരിയായി സെറ്റായി. കേക്ക് മുറിക്കണം നമ്മളെല്ലാം സെറ്റായി. സെറ്റായില്ലേ? നീ എനക്ക് സെറ്റാ അടി, ഞാൻ എനക്ക് സെറ്റാ, നീ എനക്ക്. അപ്പൊ എല്ലാം അപ്പൊ ഇത് ഉണ്ണിക്കുട്ടനും ഗോപൂട്ടനൊക്കെ വന്നിട്ടുണ്ട് കേട്ടാ. ഇവരെന്തോ ദുർഗക്ക് എന്തോ ഒരു ഗിഫ്റ്റ് കൊണ്ടേ കൊടുത്തിട്ടുണ്ടായി, ഡ്രസ് അല്ലേ? ആ അതെവിടെയാ ഗിഫ്റ്റ് എവിടെ കൊടുത്തില്ലേ? ആ കൊടുക്ക് കൊടുക്ക് കൊടുക്ക്. ഇതാ ഡ്രസ്. ഹാപ്പി ബർത്ത്ഡേ പറയടാ, ഹാപ്പി ബർത്ത്ഡേ പറ. ആ അപ്പൊ കാണിച്ച്. ആ ഡ്രസ്സാണ്, പാന്റും ഇതൊക്കെ ഉണ്ടാ. അത് നോക്ക് പിന്നെ ഇട്ടിട്ട് കാണിച്ചു തരും അല്ലേ? ആ പിന്നെ ഈ തവണത്തെ ബർത്ത്ഡേക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും ഇല്ല, നമ്മ മാത്രമേ ഉള്ളൂ, ഈ പിള്ളേര് മാത്രമേ വന്നിട്ടുള്ളൂ. അങ്ങനെ കാര്യമായിട്ട് ആരെയും വിളിച്ചിട്ടില്ല നമ്മള്. ഇപ്പൊ സന്ധ്യക്ക് ഇന്നലെ ഉണ്ടായിരുന്നു, അവരങ്ങനെ നമ്മ ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ നിന്ന് പോയി. പിന്നെ ഇവിടെ നിന്നാണെങ്കിൽ അപ്പുറന്ന് വിന്തമ്മയും വിപിനെയും ഒന്നും വരാൻ വേണ്ടി പ്രത്യേകിച്ച് നമ്മള് ക്ഷണിച്ചൊന്നുമില്ല. കാരണം ബർത്ത്ഡേ ഇനിയിപ്പോ എന്താ പറയാ, ഇനി ഇങ്ങനെ ലളിതമായിട്ട് അങ്ങോട്ട് പോവാന്ന് വിചാരിച്ച്. ഇതുവരെയൊക്കെ ഇവരുടെ ബർത്ത്ഡേ എല്ലാം എല്ലാരും കൂടി ഒരുമിച്ചൊക്കെയാണ് ആഘോഷിച്ചത്. ഇത്തവണ നമ്മൾ വിചാരിച്ചിങ്ങനെ ഇനി മുതൽക്ക് അങ്ങനെ, അല്ലെങ്കിൽ മുമ്പ് നമ്മൾ ലളിതമായിട്ട് തന്നെയാണ്. എന്നാലും ഇപ്പൊ അവര് വരുമ്പോ സന്ധ്യ വരും, പിന്നെ അമ്മ വരണം. അപ്പൊ എല്ലാരും ആവുമ്പോ അവർക്കും ഒരു ബുദ്ധിമുട്ട്, എല്ലാവർക്കും ഒരു ഇത്. എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങണം. അപ്പൊ നമ്മള് വളരെ ലളിതാക്കാന്ന് വിചാരിച്ചു ഇത്തവണത്തെ ബർത്ത്ഡേ. അതെ. അപ്പൊ എന്തായാലും ഉണ്ണിക്കുട്ടനോടും ഗോകുട്ടനോടും വരാൻ വേണ്ടി പറഞ്ഞ് അവര് വന്നിട്ടുണ്ട്. പിന്നെ നമ്മളും, അത്രേ ഉള്ളൂ. അപ്പൊ ഒരു കേക്ക് വാങ്ങിയിട്ടുണ്ട്, നമ്മൾ നേരത്തെ കണ്ടല്ലോ. ഹാപ്പി ബർത്ത്ഡേ ദുർഗ. നമ്മളിപ്പോ കട്ട് ചെയ്താലും നമുക്ക് കേക്ക് മാത്രമല്ല ബിരിയാണി എല്ലാം കൊടുത്തുവിടും അവർക്ക്. അതെ. അപ്പൊ കേക്കെല്ലാം അങ്ങോട്ട് എത്തിക്കുന്നതായിരിക്കും അല്ലേ? മിസ് യു, എല്ലാവരും മിസ് ചെയ്യുന്നു. കേക്ക് കട്ട് ചെയ്താലോ ദുഃഖുശി? എന്നാ പിന്നെ നമ്മുടെ ദുഃഖുന്റെ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോയിന്. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു ദുർഗ ബോയ്, ഹാപ്പി ബർത്ത്ഡേ ടു യു. ആ പാടിക്കോ. ആ ആ ഹാപ്പി ബർത്ത്ഡേ. ഗൈസ് അപ്പൊ എന്തായാലും നമ്മുടെ കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞു. ആ ഇത് അച്ഛാമ്മയുടെ ഗിഫ്റ്റ് ആണ്. ഒരുപാട് നല്ല രസമുണ്ടല്ലോ ദുഃഖം ഇട്ടിട്ട് കാണാനായിട്ട്. ഇതെല്ലാം അച്ഛാമ്മ വീട്ടിലിടാൻ വേണ്ടി ദുഃഖിന് വാങ്ങിക്കൊടുത്താണ് കേട്ടാ. ബർത്ത്ഡേ ഗിഫ്റ്റ് ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാം അമ്മാമ്മയുടെ വകയായി, അച്ഛാമ്മയുടെ വകയായി, അച്ഛയുടെ വകയായി, എല്ലാവരുടെ ആയില്ലേ? പിന്നെന്താ, അടിപൊളിയായില്ലേ? ഹാപ്പി അല്ലേ? അത്രേ ഉണ്ടു. നികി കേക്ക്, നികി ഇവിടെ കേക്ക് എല്ലാവർക്കും മുറിച്ച് അതെടുത്തിട്ട് പോയിക്കോ. എല്ലാരും കഴിച്ചു കേട്ടാ, മക്കളെല്ലാരും കഴിച്ച്. ഇനി സന്ധ്യക്കും വിന്തമ്മക്കും അപ്പുറം ഇതിനൊക്കെ എല്ലാം മുറിച്ചു കൊടുക്കണം. അമ്മൂന് ഒരു വർഷം കൊണ്ട് കൊടുക്കണം. ആ സന്ധ്യ എടുത്ത് കൊടുത്തേക്കാം. സന്ധ്യയെല്ലാം ചിലപ്പോ നാളെ മറ്റന്നൊക്കെ വരാൻ സാധ്യതയുണ്ട്. ആ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പൊ എന്തായാലും ദുഗുന്റെ ബർത്ത്ഡേന്റെ കേക്ക് കട്ടിങ് കഴിഞ്ഞു. ഇനിയിപ്പോ എന്താ, നികിയുടെ സ്പെഷ്യൽ കല്ലുമ്മക്കായ ചോറാണുള്ളത്. എന്തൊക്കെ ബാധകളുണ്ടെന്ന് കഴിക്കുമ്പോ പറയാം അല്ലേ? എന്തായാലും കുറച്ചൊരു ലോങ് ആയി കേട്ടോ വീഡിയോ. ഇന്നലെ തൊട്ട് തുടങ്ങിയതാ. ശരിക്കും പറഞ്ഞാൽ ബർത്ത്ഡേ വ്ലോഗ് എന്ന് പറയാൻ പറ്റില്ല. ഇന്നലെ സന്ധ്യ ഫോൺ എടുക്കാൻ വേണ്ടി പോയപ്പോ തൊട്ട് തുടങ്ങിയ വ്ലോഗാണ്. ഇപ്പൊ ഇവിടെ വരെ എത്തിക്കണ്. അപ്പൊ എന്തായാലും ഇനിയിപ്പോ നികിയുടെ കല്ലുമ്മക്കായ ചോറും കൂടി കഴിക്കുന്നത് കാണിച്ചിട്ട് നമുക്ക് ഈ വ്ലോഗ് അങ്ങ് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? നീയും കളക്കാണല്ലോടി കൊച്ചു ഗള്ള്. സെറ്റായില്ലേ? കോമള താമരപ്പൂവല്ലേ, അമ്പിളിച്ചേലുള്ള പെണ്ണല്ലേ, ചെമ്പകമാരൻ തുന്നാര് അമ്പിളി ചെഞ്ചിരി തിന്നല്ലേ. ബാ ബാ ബാ. ഇനിയിപ്പോ നമ്മുടെ പ്രധാനപ്പെട്ട സംഭവം, കഷ്ടപ്പാട് കഴിച്ച് ഞങ്ങൾ ഉണ്ടാക്കിയ ഞങ്ങളുടെ എന്താ കല്ലുമ്മക്കായ ചോറ്.
എന്ത് സാധനം ആക്കുമ്പോൾ സ്വഭാവവും ശരിയാവണം. അതാണ് ആരാക്കിയത്. ആക്കിയ ആളുടെ സ്വഭാവം ശരിയില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയെ. എന്ത് കുറച്ചൊരു വേവ് കുറഞ്ഞു പോയി ഗൈസ്. വേറെ ഒന്നുമല്ല, ഒരു പൊടിക്ക് വെള്ളം എടുത്തതിൽ ആ ഫുള്ള് ഒഴിച്ചില്ല ഇവള്. അത് മാറ്റി വെച്ചുകൊണ്ട് ചോറിനൊരു ലേശം വേവ് കുറവായിട്ട് ഞങ്ങക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളത് വേറെ ഐഡിയ ഉണ്ട് നമ്മളല്ലേ, ഒരു ഐഡിയ നമ്മള് നാളെ കുറച്ച് ചിക്കനൊക്കെ വാങ്ങിയിട്ടിട്ട് ഒരു ആവിയേറ്റാനുള്ള പരിപാടി ഉണ്ട്. ചോറ് തീർന്നില്ലെങ്കിൽ അല്ലെ, കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. കല്ലുമ്മക്കായൊക്കെ അവിടെ ആയിട്ട് കിടപ്പുണ്ട്. കിട്ടുന്നവന്റെ ഭാഗ്യം എന്ന് പറയാം, വേറെ ഒന്നും പറയാനില്ല. അപ്പൊ എന്തായാലും നമുക്ക് കഴിച്ചാലേ പറ്റും. ഇത്രയും കഷ്ടപ്പെട്ട് ആക്കിയതല്ലേ അല്ലെ ഇന്ദ്രു? കഴിച്ചാലോ? കഴിച്ചു നോക്കിയേ. ചെറിയൊരു ഇത് വിന്തമ്മ കൊണ്ടുവന്നത് അല്ലേ. അപ്പൊ എന്തായാലും നമ്മളെല്ലാരും കഴിച്ചിട്ട് രുചി പറയാം ഗൈസ്. ഓക്കെ, ചെല്ലടി വാവനോട് ഇത്തിരി കുഞ്ഞു വാവന. രസമുണ്ടോ മക്കളെ? കഴിച്ചാ? നല്ലതാണോ മോനെ? തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യട്ടാ. ഇന്ദ്രപ്പന് ഇഷ്ടപ്പെട്ടോ? ആ, അച്ചമ്പറിലേന്ന് അമ്മനോട് ചോദിക്കി. അമ്മ ആക്കിയിട്ടില്ല. അമ്മ എന്നാ പിന്നെ നമ്മളതുകൊണ്ട് പിള്ളേരവിടെ ആക്കിയിട്ടേ അതും കൊണ്ട് കൊടുത്തിട്ട് വരാം. വിന്തമ്മയുടെ വീട്ടിൽ. ആ പറഞ്ഞല്ലോ, വീഡിയോ വൈൻഡപ്പും ചെയ്യാലോ അല്ലേ. ആ എന്നാ പിന്നെ നമ്മളെന്തായാലും അല്ല അവിടെ കാണിക്കണം. ആ എന്നാ ശരി. ആ അപ്പൊ എന്തായാലും ദുഗ്ഗു ഇങ്ങോട്ട് വാ. ആ അപ്പൊ എന്തായാലും നമ്മുടെ ദുഗ്ഗുവിന്റെ ഒരു ബർത്ത്ഡേ വ്ലോഗ് ആയിരുന്നു. അത് ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോയാണ്. അതെ, ഇന്നലെ രാത്രി തുടങ്ങി, ഇന്ന് രാത്രി അവസാനിച്ച് അല്ലെ എന്തൊരു. ആ എന്നാ പിന്നെ ഇഷ്ടപ്പെട്ടെന്നാ പറഞ്ഞത്. എനിക്ക് അപ്പുറം കൂടെ നിർബന്ധിച്ച് ഇഷ്ടപ്പെട്ടിപ്പിച്ചു തോന്നുന്നു. അപ്പൊ എന്നാ പിന്നെ എന്തായാലും വ്ലോഗ് വൈകുന്നേരം പഠിക്കാം. ചെറിയ ചെറിയ പ്രശ്നങ്ങളിലൊക്കെ തുടങ്ങിയ വ്ലോഗാണ് ഞാൻ നിക്കും കൂടി. ഇല്ല തുടങ്ങിയപ്പോ ഉണ്ടായില്ല പിന്നെ അല്ലെ ഒന്നുമില്ല. പ്രശ്നത്തിന്റെ അതും കൂടി പറഞ്ഞേക്കാം ജസ്റ്റ്. പ്രശ്നത്തിന്റെ കാരണം വെച്ചാൽ നികിക്ക് 2 ദിവസത്തേക്ക് ഇന്നലെയും മിനിയാന്നായിട്ട് നികിക്ക് മൂഡ് സിൻസ് വരും. ഇങ്ങനെ മിണ്ടാനൊക്കെ ഉള്ള മടി അത് ഇതൊക്കെ ഉണ്ടല്ലേ. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞ ദേഷ്യം പിടിച്ചു. ഞാൻ എന്താണ് നിനക്ക് എന്താ മൂഡ് ഓഫ്? എന്താ ഇന്നലെ ഞാൻ ചോദിക്കുന്നുണ്ട്. ഇന്നലെ പിള്ളേരെ കൊണ്ട് സ്കേറ്റിങ്ങിനെ എന്താ മൂഡ്? ഇവിടെ ഒരുമാതിരി ഒന്നാന്നറിയില്ല മൂഡ് ഓഫ്. അങ്ങനെ എനിക്ക് ദേഷ്യം പിടിച്ചു. ഞാൻ ഇന്നൊന്ന് വെറുതെ ഒന്ന് മിണ്ടാതെ നിന്ന് നോക്കിയതാണ്. എന്താവും നമ്മള് മിണ്ടാണ്ട് നോക്കുമ്പോ എങ്ങനെയാവും അറിയാൻ വേണ്ടി ഞാൻ മനഃപൂർവ്വം നിന്നതാണ്. എന്നിട്ട് ഇവിടെ കുറെ നേരം മിണ്ടാൻ വേണ്ടി വന്നിരുന്നു രാവിലെ. ഞാൻ മിണ്ടിയില്ല, എനിക്ക് മൂഡ് സിൻസ് ആയിരുന്നു ഇന്ന്. അത്രേ ഉള്ളൂ സംഭവം. അപ്പൊ എന്തായാലും ബാക്കിയെല്ലാം നമ്മള് പറഞ്ഞു. ഇന്നലെ ഇന്ന് രാവിലെ ഞാൻ എത്ര പ്രാവശ്യം പട്ടീനെ പോലെ ബാക്കില് വന്നിട്ട് ഒപ്പം മൈൻഡ്. രാവിലെ അല്ല, ഞാൻ മിണ്ടാണ്ട് അതിന്റെ ഉള്ളിൽ കുറച്ചു നേരം പുറകെ വന്നു. ഞാൻ മൈൻഡ് കൊടുത്തില്ല, അത്രേ ഉള്ളൂ. ഇന്നലെ ഞാൻ വന്നപ്പോ നീ മൈൻഡ് കൊടുത്തില്ല. അപ്പൊ അത്ര ഇതുപോലെ മൂഡ് സിൻസ് ഉള്ള ഭാര്യമാരൊക്കെ ഉണ്ടെങ്കിൽ ഭർത്താക്കന്മാർ ഇതുപോലെ പണി കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ ഞാൻ അജിഷേനെ വിളിച്ചു അജിഷേനോട് അങ്ങനെ തന്നെയാണ് എനിക്ക് ചില നേരം പൈറ്റുകാരനെല്ലാം വിളിക്കുമ്പോ മിണ്ടാൻ വരെ തോന്നയില്ല. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ ഞങ്ങൾക്കും അങ്ങനെ ഉണ്ടാവും, അത്രേ ഉള്ളൂ. അത് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ എന്തായാലും ഗുഡ് നൈറ്റ് എല്ലാവർക്കും. ശുഭരാത്രി. എല്ലാവരും പറയാം നിക്കിന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല. ടാറ്റ ബൈ ബൈ. കമന്റ് ഇട്ടോ ഗൈസ്. ഓക്കെ.